നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ തൊഴിൽ വീതിക്കകത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ PSC ക്ലാസ്സുകൾക്കും അതുപോലെ നോട്ടിഫിക്കേഷൻസിനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നാമത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് CPO മെയിൻസ് ജൂൺ ജൂലൈയിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ CPO പരീക്ഷ ഇനി ഒറ്റഘട്ടം. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ സിവിൽ പോലീസ് പരീക്ഷ എന്ന് പറയുന്നത് ഇനി ഒറ്റ ഫേസ് പരീക്ഷ ആയിട്ടായിരിക്കും നടത്താനായിട്ട് പോവുക. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മെയിൻസ്, അതിനുശേഷം ഫിസിക്കൽ, പിന്നെ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ അതിൻ്റെ വ്യക്തമായ കാരണവും ഇതിനകത്ത് കേരള PSC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ CPO മെയിൻസ് ജൂൺ ജൂലൈയിൽ എന്ന് പറയുന്നു. സിവിൽ പോലീസ് ഓഫീസർ, വനിതാ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് പ്രാഥമിക പരീക്ഷ ഇത്തവണ ഇല്ല. കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ മെയിൻ പരീക്ഷ മാത്രമേ ഉണ്ടാകൂ. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ പരീക്ഷ നടത്താനാണ് തീരുമാനം. വിജയികളുടെ ശാരീരിക അളവെടുപ്പ്, കായികക്ഷമതാ പരീക്ഷ, സർട്ടിഫിക്കറ്റ് പരീക്ഷ എന്നിവ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനും തീരുമാനമുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പ് നടപടികൾ അനന്തമായി വൈകുന്നത് ഒഴിവാക്കാനാണ് ഈ രണ്ട് ഘട്ട പരീക്ഷയിൽ നിന്നും CPO തസ്തിക ഒഴിവാക്കുന്നതെന്നാണ് നമ്മുടെ കേരള PSCയിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന ഈ ഒരു രീതി അത് ഇവർ പറഞ്ഞ പോലെ തന്നെ തിരഞ്ഞെടുപ്പ് അനന്തമായി നീളുന്ന ഒരു പ്രക്രിയയാണെന്ന് ഓൾറെഡി കേരള PSCക്ക് മനസ്സിലായതിൻ്റെ ചെറിയൊരു സൂചനയാണ് സിവിൽ പോലീസ് പരീക്ഷയ്ക്ക് ഇപ്പോൾ നിലവിൽ പ്രിലിംസ് വയ്ക്കാത്തത്. അപ്പോൾ എന്തായാലും വരുന്ന പരീക്ഷകളിൽ ഇതിൻ്റെ പ്രതിഫലനം ബാക്കി പരീക്ഷകളിലും ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരു ലിസ്റ്റ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് 1.5 വർഷം മുതൽ 2 വർഷം വരെ അത് നീളുകയാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പരീക്ഷ എപ്പോൾ നടന്നെന്നും നിലവിൽ ഇതുവരെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യവും നിങ്ങൾക്ക് ഏവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഉദ്യോഗാർത്ഥികൾ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു 2 ഫേസ് പരീക്ഷ എന്തായാലും മാറ്റണമെന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ മൊത്തം പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു പ്രിലിംസ് പരീക്ഷ മാറ്റുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അപ്പോൾ CPO പരീക്ഷ എന്തായാലും ഒറ്റഘട്ടമായിട്ടായിരിക്കും നടത്തുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം നടത്തിയ 10th +2 ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷകളുടെ അർഹതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കായിട്ടുള്ള മെയിൻസ് പരീക്ഷ ഏപ്രിൽ 25 മുതൽ ജൂലൈ 20 വരെ നടത്താനായി PSC തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 10th മെയിൻസിൻ്റെ പരീക്ഷ ഏപ്രിൽ 25 മുതൽ ജൂൺ 20 വരെയാണ് നടത്താനായിട്ട് പോവുക. 10th ലെവൽ മെയിൻസ് പരീക്ഷകൾ ഏപ്രിൽ 25 മുതൽ മെയ് 25 വരെയും +2 ലെവൽ മെയിൻസ് പരീക്ഷ മെയ് 9 മുതൽ 30 തീയതി വരെയും ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ മെയ് 25 മുതൽ ജൂലൈ 20 വരെയാണ് നടത്താനായിട്ട് പോവുക. 10th ലെവൽ പ്രാഥമിക പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ജനുവരിയിലും ഫെബ്രുവരിയിലുമായിട്ട് 10th +2 ഡിഗ്രി ലെവൽ പ്രാഥമിക ഫലങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഫെബ്രുവരി വരെ ഈ ഒരു ലിസ്റ്റുകൾ നീണ്ടു പോകുമെന്നാണ് പറയുന്നത്. എന്തായാലും അതുവരെ തോന്നുന്നില്ല, കാര്യം നമുക്കിനിയിപ്പോൾ 2 ആഴ്ച കൂടി ഇല്ലേ, ഏകദേശം ഒരാഴ്ചയിൽ കൂടുതൽ സമയമല്ലേ. അപ്പോൾ എന്തായാലും ഇന്നും അതിൻ്റെ റിസൾട്ടുകൾ ബാക്കി ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. റിസൾട്ടുകൾ ഉണ്ടായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഉടനെ തന്നെ അപ്ഡേറ്റ് ആയിട്ട് ഈ ചാനൽ മുഖാന്തരം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിൻ്റെ പ്രിലിംസ് പരീക്ഷ എന്നിവ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നടത്തുക. സർവകലാശാല അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെയും ഫീൽഡ് ഓഫീസർ തസ്തികകളുടെയും പൊതു പ്രാഥമിക പരീക്ഷ ഏപ്രിലും മെയ്യിലുമായി നടത്തും. അർഹതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പ്രത്യേക മെയിൻസ് പരീക്ഷ നടത്തുമെന്നും സർവകലാശാല അസിസ്റ്റന്റ്, ഫീൽഡ് ഓഫീസർ മെയിൻസ് പരീക്ഷകൾ ജൂലൈയിലും SIയുടെ മെയിൻസ് പരീക്ഷ ഓഗസ്റ്റിലും നടത്താനാണ് തീരുമാനമെന്നും കേരള PSC പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു മെയിൻസ്, സബ് ഇൻസ്പെക്ടറിൻ്റെയൊക്കെ മെയിൻസ് പരീക്ഷയുടെ കാര്യവും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGS പ്രിലിംസ് പരീക്ഷ, യൂണിവേഴ്സിറ്റി LGSൻ്റെ പ്രിലിംസ് പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് ജൂലൈ ഓഗസ്റ്റിലാണ്. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് പ്രാഥമിക പരീക്ഷയുടെ വിവിധ ഘട്ടങ്ങളിലായിട്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് നടത്തുമെന്ന് പറയുന്നുണ്ട്. ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്ക് മെയിൻസ് പരീക്ഷ ഒക്ടോബറിലാണ് നടത്താനായിട്ട് പോവുക. 10th +2 ബിരുദ യോഗ്യതകൾ നിശ്ചയിച്ച് ഇതിനകം തന്നെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. മറ്റ് തസ്തികകളുടെ പരീക്ഷകൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിട്ട് നടത്തുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷകളുടെ വ്യക്തമായ ചാർട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ടെലഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൊഴിൽ വീതി ഫ്രീ കോഴ്സ് നമ്മുടെ ടെലഗ്രാം
ടെലഗ്രാം ചാനൽ മുഖാന്തരമാണ് നടന്നു പോവുക. ഒരാഴ്ചത്തെ തൊഴിൽ വീതി നമ്മൾ എന്ത് ചെയ്യും, ഒരാഴ്ച ശനിയാഴ്ച കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഞായറാഴ്ച റിവിഷനും കൂടി ചെയ്യുന്ന രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ 10th ലെവല് അതുപോലെ തന്നെ 12th ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ചാർട്ട്, ടൈം ടേബിൾ ചാർട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നിങ്ങൾ എല്ലാവരും അത് വ്യക്തമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത PSC വാർത്തയിലേക്ക് തന്നെ പോവാം. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ LGSന്റെ 1ാം ഘട്ട നിയമനമായിട്ടുണ്ട്. 1ാം ഘട്ടത്തിലെ നിയമനം പോയിട്ടുള്ളത് 169 പേർക്കാണ് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഒഴിവിൽ ശുപാർശ തയ്യാറാക്കാനായിട്ട് ഏകദേശം 5 മാസത്തോളം എടുത്തു എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ നിയമന ശുപാർശ തുടങ്ങിയിട്ടുണ്ട്. 1ാം ഘട്ടത്തിൽ 169 പേർക്കാണ് നിയമനം പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ചാർട്ടും താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്കുള്ള 169 ഒഴിവുകളിൽ നിയമന ശുപാർശ തയ്യാറാക്കാൻ PSCയുടെ തിരുവനന്തപുരം ജില്ലാ ഓഫീസ് എടുത്തത് 5 മാസത്തിലധികമാണ്. 169 ഒഴിവ് ഫിൽ ചെയ്യാനായിട്ട് 5 മാസത്തിലധികം അവരെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ 18-നാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 1ാം ഘട്ട നിയമന ശുപാർശ തയ്യാറാക്കിയത് ജനുവരി 9-ന് PSCയുടെ മറ്റെല്ലാ ജില്ലാ ഓഫീസിലേക്കും ആദ്യഘട്ട നിയമന ശുപാർശ പൂർത്തിയാക്കി. മാസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഈ ഒരു ഗതി വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ ഇത് വളരെ സ്ലോ ആയിട്ടാണ് നടന്നിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ LDC നിയമനവും വളരെ വൈകുന്നതായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം ജില്ലാ ഓഫീസിലെ എല്ലാ നിയമനവും വൈകുന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചാൽ അത് ശരി തന്നെയാണ്. കാര്യം അതിൻ്റെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അടുത്ത് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ 9 ജില്ലകളിലേക്കുള്ള അർഹതാ ലിസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഏതൊക്കെയാണ് VFAയുടെ ജില്ലകളെന്നും കട്ട് ഓഫ് നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് ഇതുവരെ വന്നിട്ടില്ല. കൊല്ലത്താണെങ്കിൽ 4876 പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൊല്ലത്തെ കട്ട് ഓഫ് 79.25 ആണ്. പത്തനംതിട്ടയിലാണെങ്കിൽ 2620 പേരാണ് ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളത്. കട്ട് ഓഫ് 69.8 ആണ്. ആലപ്പുഴ 3100 പേരാണ്. കട്ട് ഓഫ് 74 ആണ്. പിന്നെ തൃശ്ശൂർ 4400 പേരാണ്. കട്ട് ഓഫ് 79.4 ആണ്. മലപ്പുറം 3500 പേരാണ്. കട്ട് ഓഫ് 79. കോഴിക്കോട് 3500 പേര്. കട്ട് ഓഫ് 81. ഈ 81 എന്നൊക്കെ പറയുന്നത് പോയിന്റിനപ്പുറം കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ കോഴിക്കോട് ഞാൻ പറഞ്ഞു. വയനാട് 2600 പേര്. കട്ട് ഓഫ് 64 ആണ്. കണ്ണൂർ 3200 പേരാണ്. കട്ട് ഓഫ് 79 ആണ്. കാസർഗോഡ് 3700 ആണ്. കട്ട് ഓഫ് 70 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ വന്നതിൽ ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് നമ്മുടെ വയനാടാണ്. പക്ഷെ അവിടെ വയനാടും ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടവരുടെ എണ്ണവും കുറവാണ്. 2600 പേര് മാത്രമേ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളൂ. കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത് 79.97 എന്ന് പറയുന്ന കണ്ണൂരാണ്. കണ്ണൂർ 3200 പേരാണ് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി വരാനുള്ളത് നമ്മുടെ തിരുവനന്തപുരം വന്നിട്ടില്ല. കോട്ടയം, ഇടുക്കി, എറണാകുളം അതുപോലെ തന്നെ പാലക്കാട് ജില്ലകളിലാണ് വരാനുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് നാളെ മറ്റന്നാൾ കൊണ്ട് തന്നെ VFAയുടെ ലിസ്റ്റ് എന്തായാലും പൂർത്തിയാവും. അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് സബ് ഇൻസ്പെക്ടറിൽ നിന്ന് 6 ചോദ്യങ്ങൾ ഒഴിവാക്കിയെന്ന് പറയുന്നുണ്ട്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയൊരു നല്ല പരിഷ്കാരം വന്നിട്ടുണ്ടായിരുന്നു. ITI യോഗ്യതക്കാർക്കുള്ള ജോലിയിൽ ഡിപ്ലോമ BTECകാർക്ക് ഇനി അപേക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. അത് നമ്മുടെ LGSൽ 7th ക്വാളിഫിക്കേഷനുള്ള നമ്മുടെ LGSൽ ഇനി ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ ITIക്കാർക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ തൊഴിലിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ടും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നിയമം നമ്മുടെ കേരള PSC ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും അത് നല്ലൊരു തീരുമാനം തന്നെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ഇതിനകത്ത് കുറച്ച് ഒഴിവുകളുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ തൊഴിൽ വീതി ഒന്ന് വായിച്ച ശേഷം ഈ ഒഴിവുകളും കാര്യങ്ങളും ഇതിനകത്ത് കുറച്ച് വേക്കൻസികളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് നമ്മുടെ ശാരീരിക അളവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണോ എന്നൊരു ചോദ്യം. ഇത് നമ്മുടെ ലാസ്റ്റ് പേജിനകത്ത് കുറച്ച് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ശാരീരിക അളവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണോ? ഇത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യത്തിനാണ്. ശാരീരിക അളവുകൾ ആവശ്യമായിട്ടുള്ള തസ്തികകളിൽ കോളേജ് അധ്യാപകർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണമെന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ അപേക്ഷിച്ച ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാതെയാണ് അപേക്ഷിച്ചത്. എൻ്റെ അപേക്ഷ നിരസിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്കൾ കത്തിൽ സൂചിപ്പിച്ച പ്രകാരം സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിലും PSC ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ CPO തസ്തികയിൽ ഇത് ബാധകമാക്കിയിട്ടില്ല. അതിനാൽ താങ്കളുടെ അപേക്ഷ നിരസിക്കില്ല. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്തും ചോദിച്ചൊരു കാര്യമാണ്, ഇങ്ങനെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടില്ല, അത് പ്രശ്നമാവുമോ? ഒരു പ്രശ്നമല്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഫിസിക്കലിന് പോകുന്നതിന് മുന്നേ ഈ ഒരു സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയാൽ മതി. ഇപ്പോഴേ അതിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു
പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമ്മുടെ ഈ ഒരു തൊഴിൽ വീതിക്കകത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ടൈം ടേബിൾ ചാർട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതിനനുസരിച്ച് തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മളെ മുന്നിൽ ഇനി വളരെ കുറച്ച് 2-3 മാസം മാത്രമേ ഇനി ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ടോപ്പിക്കുകൾ കവർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ തൊഴിൽ വീതി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് 2 ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം, തൊഴിൽ മാധ്യമങ്ങളായതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ PSC PDF കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.